ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് തന്നെ ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള, ജോബ് അഷ്വേർഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ജർമ്മനി, ത്രൂ ഔട്ട് ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്ത് എവിടെ വേണമെങ്കിലും പോയി നമുക്ക് ജോലി ചെയ്യാനുള്ള ലൈസൻസ് ആണ് കിട്ടുന്നത്. ഓഫർ ലെറ്റർ കിട്ടി, ജർമ്മനിയിൽ നിന്ന് ആവശ്യമായിട്ടുള്ള വിസയ്ക്ക് വേണ്ടുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും കിട്ടി. കാൻഡിഡേറ്റിന്റെ ഇവിടെയുള്ള ഡോക്യുമെന്റുകൾ കൂടി കൂട്ടിച്ചേർത്ത് നമ്മൾ വിസ ഫയൽ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, വിസയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇറർ ഫ്രീ ആയിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യമാണ്. ഇവിടെ ഏതെങ്കിലും ഭാഗത്ത് എറർ സംഭവിച്ചു കഴിഞ്ഞാൽ വിസ റിജക്ഷൻ ഉണ്ടാവും. നമ്മൾ എഡ്യൂഫ്ലെയറിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, തീരെ ലാംഗ്വേജ് ഇല്ലാത്ത ആളെ നമ്മൾ ഈ ലാംഗ്വേജ് അസസ്മെന്റിൽ എലിമിനേറ്റ് ചെയ്യും, റിജക്റ്റ് ചെയ്യും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികളെ, ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സിംഗ് നോക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ പോഡ്കാസ്റ്റ്. തീർച്ചയായിട്ടും ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ സംസാരിക്കുന്നത് ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സിങ്ങിലുള്ള എൻഡ് ടു എൻഡ് സ്റ്റെപ്സിനെ കുറിച്ചാണ്, ഡിഫറെൻറ്റ് സ്റ്റേജസിനെ സംബന്ധിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സീരിയസ് ആയിട്ട് ജർമ്മനി എന്ന് പറയുന്ന രാജ്യം സ്വപ്നം കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ പോഡ്കാസ്റ്റ് മിസ് ചെയ്യരുത്, അവസാന നിമിഷം വരെ കാണണം. ഈ പോഡ്കാസ്റ്റ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റി കിട്ടും. ആ ക്ലാരിറ്റി നേടിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സിംഗ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ എന്ന് ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ പോഡ്കാസ്റ്റിൽ എൻ്റെ കൂടെ ഉള്ളത് എഡ്യൂഫ്ലെയറിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള ചെയർമാനായ അഡ്വക്കേറ്റ് കെ എം റോയ് സാറാണ്. സാർ, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. താങ്ക് യു. ആദ്യം തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത് ഇതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റെപ്പുകളെ സംബന്ധിച്ചാണ്. നമ്മൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കുറേയേറെ ഘട്ടങ്ങളിലൂടെ ഇവർ കടന്നു പോവേണ്ടതായിട്ടുണ്ട്. സോ ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി കടന്നു പോവേണ്ട പ്രോസസ്സുകളെ കുറിച്ച്, അതിൻ്റെ സ്റ്റെപ്പിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? തീർച്ചയായിട്ടും ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ലെങ്തി പ്രോസസ് ഉള്ളൊരു പ്രോഗ്രാമാണ്. ഓക്കെ, 15ഓളം സ്റ്റേജുകൾ അതിനുണ്ട് യഥാർത്ഥത്തിൽ. പക്ഷേ കുട്ടികൾ പലപ്പോഴും റെപ്യൂട്ടഡ് ആയിട്ടുള്ള കൺസൾട്ടൻസീസ് അത് ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് ഈ സ്റ്റേജുകളൊന്നും കുട്ടികളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. നമുക്ക് അതിൻ്റെ സ്റ്റേജുകൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കുട്ടികളുടെ ലാംഗ്വേജ് അസസ്മെൻ്റ് ആണ്. ഓക്കെ, അതായത് ഒരു വിദ്യാർത്ഥി ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് B2 4 മൊഡ്യൂൾ പാസ്സായി എന്നതുകൊണ്ട് മാത്രം ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയില്ല. അതിൻ്റെ കാരണം ജർമ്മൻകാർ വളരെയധികം ക്വാളിറ്റി കൺസേൺ ആയിട്ടുള്ള ആളുകളാണ്. അതായത് അവർ ജർമ്മൻ ലാംഗ്വേജിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അവർ പരിശോധിക്കും. കൂടാതെ അവർക്ക് ലാംഗ്വേജിൽ എത്രത്തോളം പ്രൊഫിഷ്യൻസി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അപ്പം ഒരു വിദ്യാർത്ഥി ലാംഗ്വേജ് പാസ്സായെങ്കിലും ആദ്യ ഒരു ഘട്ടം എന്ന നിലയ്ക്ക് ഒരു ലാംഗ്വേജ് അസസ്മെൻറ്റിൽ കൂടി അവർ കടന്നു പോകേണ്ടതുണ്ട്. അങ്ങനെ ഒരു അസസ്മെൻറ്റ് നടന്നു കഴിയുമ്പോൾ ആ വിദ്യാർത്ഥിയെ നമുക്ക് 3 4 കാറ്റഗറി ആയിട്ട് തരംതിരിക്കാൻ വേണ്ടി സാധിക്കും. ഒന്നാമത്തെ നല്ല പ്രൊഫിഷ്യൻ്റ് ആയിട്ട് ലാംഗ്വേജ് ഉള്ള ഒരാൾ, രണ്ടാമത് മോഡറേറ്റ് ആയിട്ട് ലാംഗ്വേജ് ഉള്ള ഒരാൾ, മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ളത്, അതായത് നമ്മൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനൊക്കെ കൊടുത്താൽ നന്നായിട്ട് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടി സാധ്യതയുള്ള ഒരാൾ. ഓക്കെ, നാലാമത്തെ ഒരാളെന്ന് പറയുന്നത് തീരെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇല്ലാത്ത ആളുകൾ. നമ്മൾ എഡ്യൂഫ്ലെയറിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, തീരെ ലാംഗ്വേജ് ഇല്ലാത്ത ആളെ നമ്മൾ ഈ ലാംഗ്വേജ് അസസ്മെൻറ്റിൽ എലിമിനേറ്റ് ചെയ്യും, റിജക്റ്റ് ചെയ്യും. കുറച്ച് ലാംഗ്വേജ് ഉള്ള ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ധാരാളമായിട്ട് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. ഓക്കെ, ഈ കാൻഡിഡേറ്റിനെ നമ്മളിങ്ങനെ കാറ്റഗറി ആയി തിരിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയിലെ റിക്രൂട്ടേഴ്സിന് പലർക്കും അല്ലെങ്കിൽ എംപ്ലോയേഴ്സിന് പലർക്കും പല കാറ്റഗറിയിലുള്ള ആളുകളെയാണ് നീഡ് ആവശ്യമുള്ളത്. ചില ആളുകൾ വരും ഞങ്ങൾക്ക് നല്ല ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഉള്ള ആളുകളെ മാത്രം മതി എന്ന് പറയും. അപ്പോൾ നമ്മൾ അവരുടെ മുന്നിലേക്ക് ഏറ്റവും പ്രൊഫിഷ്യൻസി ഉള്ള ആളുകളെയാണ് നമ്മൾ ഹാജരാക്കുന്നത്. വേറെ ചില ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് ലാംഗ്വേജ് അത്ര പ്രശ്നമില്ല, സർട്ടിഫിക്കറ്റ് വേണം, പാസ്സായതായിരിക്കണം, ഡെവലപ്പ് ചെയ്ത് വരുന്ന ആളുകളെ ഞങ്ങൾ എടുക്കും എന്ന് പറയുന്ന ആളുകൾക്ക് നമ്മൾ ആ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിനെയാണ് അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, ചില ആളുകൾ പറയും അതായത് ഞങ്ങൾക്ക് 3 മൊഡ്യൂളാണെങ്കിലും കുഴപ്പമില്ല, ഏജ് വളരെ കുറവായിരിക്കണം, അങ്ങനെയുള്ള ആളുകളെയാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നതെന്ന് പറയുമ്പം അപ്പോൾ ആ കാറ്റഗറിയുള്ള ആളുകളെയാണ് നമ്മൾ അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇങ്ങനെ തരംതിരിക്കേണ്ട ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നല്ല പ്രൊഫിഷ്യൻസി വേണമെന്ന് പറയുന്ന ഒരു എംപ്ലോയറുടെ മുന്നിലേക്ക് നമ്മൾ ആവറേജ് പ്രൊഫിഷ്യൻസി ഉള്ള ആളുകളെ ഇൻ്റർവ്യൂവിന് ഹാജരാക്കിയാൽ ജർമ്മൻകാരുടെ സ്വഭാവം അവർ ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ വിചാരിക്കുന്ന ഒരു ലെവലിനേക്കാളും വളരെ താഴെയുള്ള 2-3 ആളുകൾ അവർ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ ഇൻ്റർവ്യൂ തന്നെ വേണ്ടെന്ന് വെക്കും. അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളും അവർ റിജക്റ്റ് ചെയ്യും. അപ്പം അവരുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള കാൻഡിഡേറ്റിനെ നമുക്ക് കൊടുക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആളുകൾ ഇൻ്റർവ്യൂവിൽ പാസ്സായി പുറത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. റിജക്റ്റ് ആവുന്ന ഒരു സെറ്റ് ഓഫ് ആളുകളെ കുറിച്ച് സാർ സംസാരിച്ചല്ലോ. അവർക്ക് എന്താണ് ഒരു ഭാവിയുള്ളത്? അവർക്ക് വീണ്ടും അത് കറക്റ്റ് ചെയ്ത് തിരിച്ചു വരാനുള്ള ഒരു അവസരമുണ്ടോ?
റിജക്റ്റ് ആവുക എന്ന് പറയുന്നത് നമ്മൾ ലാംഗ്വേജ് ഒരുവിധമൊക്കെ സംസാരിക്കാനൊക്കെ പറ്റുന്ന ആളുകളെല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്യും. റിജക്റ്റ് ആവുക എന്ന് പറയുന്നത് ലാംഗ്വേജിൽ തീരെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ആളുകളെയാണ് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത്. അവർക്ക് നമ്മൾ അഡ്വൈസ് കൊടുക്കും. അവർ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവരെ സ്വന്തം നിലയ്ക്ക് ചെയ്യണം. അല്ലെങ്കിൽ എഡ്യൂഫ്ലെയർ മാതിരിയുള്ള ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് അവരൊന്നും കൂടി ലാംഗ്വേജിൻ്റെ സ്പീക്കിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വരികയാണെങ്കിൽ അവർക്ക് പോകാൻ വേണ്ടി സാധിക്കും. അവർക്ക് ഓൾറെഡി അവരുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അവർക്കിനി വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ് അവർ ചെയ്യേണ്ടത്. ലാംഗ്വേജ് അസസ്മെന്റിൽ സെലക്റ്റഡ് ആവുന്ന ആളുകളുണ്ട്, റിജക്റ്റഡ് ആവുന്ന ആളുകളുണ്ടല്ലോ. ലാംഗ്വേജ് അസസ്മെന്റിൽ റിജക്റ്റഡ് ആവുന്ന ആളുകൾക്ക് അവരെന്താണ് ഇനി ചെയ്യേണ്ടത്? അവർക്ക് വേറൊരു അവസരമുണ്ടോ? നമ്മൾ ലാംഗ്വേജ് അസസ്മെൻറ്റിൽ റിജക്റ്റ് ആവുക എന്ന് പറയുന്നത് നമ്മൾ അത്രയും പുവർ പെർഫോമൻസ് ഉള്ള ആളുകളെ മാത്രമാണ് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത്. ഈ റിജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റീസണിങ് അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് അവരെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസിയിൽ അവർ പിന്തള്ളപ്പെട്ടു പോയെന്നുള്ളതിൻ്റെ ഒരു കാരണം നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഈ കാരണം നോക്കുമ്പോൾ അവർക്ക് ഏത് ഏരിയയിലാണ് ഇനി ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പം അവർ അതുപയോഗിച്ച് അവരുടെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. അത് വളരെ എളുപ്പമാണ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം ഓൾറെഡി അവർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇനി പരീക്ഷയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അവർ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് തിരിച്ചു വന്നാൽ വീണ്ടും അവരുടെ പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ലാംഗ്വേജ് അസസ്മെന്റ് എന്ന് പറയുന്ന ഒന്നാമത്തെ ഘട്ടം കംപ്ലീറ്റ് ചെയ്തു. എന്താണ് രണ്ടാമത്തെ ഘട്ടം? അടുത്ത പ്രോസസ്സ് എന്താണ്? അതായത് ലാംഗ്വേജ് അസസ്മെൻറ്റ് കഴിയുന്ന കുട്ടികൾ പിന്നീട് ജർമ്മനിയിലേക്ക് പോകാനുള്ള ആ ക്യൂവിലേക്ക് പ്രവേശിക്കുകയായി. അവർ പിന്നീട് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഇതിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും വിദ്യാർത്ഥികൾ ഇതിനെ സീരിയസ് ആയിട്ട് കാണാറില്ല എന്നുള്ളതാണ്. ഓക്കെ. അതായത് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്താണ് റിക്രൂട്ടേഴ്സും എംപ്ലോയേഴ്സും കുട്ടികളോട് ചോദിക്കുന്നത്, അതിന് എന്ത് മറുപടിയാണ് പറയേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കോൺഫിഡൻസോടുകൂടി ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടത്. നമുക്ക് പലപ്പോഴും അറിയാം, +2 കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് 17-18 വയസ്സോ പ്രായമേ ഉള്ളൂ. അപ്പം ആ പ്രായത്തിൽ ഒരു സീരിയസ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂവിൻ്റെ മുന്നിൽ പോയി പങ്കെടുത്ത് പെർഫോം ചെയ്ത് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് അവർക്ക് ആവശ്യമാണ്. അത് ജർമ്മൻ ലാംഗ്വേജിനെ സംബന്ധിച്ച ട്രെയിനിങ്ങും അവിടെ വേണം. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ പ്രിപ്പറേഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പ്രിപ്പറേഷനിൽ പല പ്രാവശ്യം പങ്കെടുത്ത് റിയൽ ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിന് പോകുന്ന വിദ്യാർത്ഥികളൊക്കെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ പല ആസ്പിരൻസും ഇത് ഇൻ്റർവ്യൂ ഒക്കെ പരാജയപ്പെടുന്നതിൻ്റെ ഒരു റീസൺ കറക്റ്റായിട്ടുള്ള പ്രിപ്പറേഷൻ കിട്ടാത്തതുകൊണ്ടായിരിക്കുമോ? ഞാനതിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മുടെ അടുത്തു നിന്ന് തന്നെ ഒരു വിദ്യാർത്ഥി ഇതേപോലെ വേണ്ടത്ര ഇൻ്റർവ്യൂ പ്രിപ്പറേഷനിൽ പങ്കെടുക്കാതെ ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുത്തു. അപ്പോൾ ഒരു ജർമ്മൻ റിക്രൂട്ടർ അവരോട് ചോദ്യങ്ങളെല്ലാം ചോദിച്ചു, എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഏകദേശം സെലക്ട് ആവുന്നൊരു ഘട്ടമാകുമ്പോൾ, സാധാരണ സെലക്ട് ആകുമ്പോൾ മാത്രമാണ് അവർ ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുക. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളോട് ചോദിക്കാനുണ്ടോ, എന്നോട് ചോദിക്കാനുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പം അവർ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നത് ഈ കുട്ടി പഠിക്കാൻ പോണ സ്കൂളിനെ പറ്റി ചോദിക്കും, എംപ്ലോയറിനെ പറ്റി ചോദിക്കും, അല്ലെങ്കിൽ അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. പക്ഷേ ആ കുട്ടി ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മേം ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പം ഈ ചോദ്യം കേട്ടിട്ട് അവർ ഭയങ്കര ഇറിറ്റേറ്റഡായി. അവർ ഈ കുട്ടീനെ റിജക്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല, ഇൻ്റർവ്യൂവിന് പങ്കെടുത്ത കുറേയധികം ആളുകളെ, പിന്നീട് ഇൻ്റർവ്യൂവിന് പങ്കെടുത്ത ആളുകളൊക്കെ അവർ റിജക്റ്റ് ചെയ്തു. അപ്പം കുട്ടികളിത് എന്താണ് ചോദിക്കേണ്ടതെന്ന് ആ കുട്ടിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചത്. അപ്പം നമ്മൾ ഇൻ്റർവ്യൂവിനെ വളരെ സീരിയസ് ആയിട്ട് കാണണം. അതിനുവേണ്ടി ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ വളരെ നന്നായിട്ട് കുട്ടികൾ പങ്കെടുക്കണം. ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ കിട്ടി, അവർ റെഡിയായി, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ റെഡിയായി. അപ്പം ഇനി ഇൻ്റർവ്യൂ ആണ്, ആക്ച്വലി ഇൻ്റർവ്യൂ ആണ്. അപ്പം എത്ര റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ ഉണ്ട്, അതിലെങ്ങനെ പെർഫോം ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് നെക്സ്റ്റ് സ്റ്റെപ്പ് അതായിരിക്കുമല്ലോ. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. സാധാരണഗതിയിൽ മെയിനായിട്ട് 2 ഇൻ്റർവ്യൂസാണ് കുട്ടികൾക്കുണ്ടാകുന്നത്. അത് റിക്രൂട്ടർ ലെവലിലുള്ള ഇൻ്റർവ്യൂവും എംപ്ലോയർ ലെവലിലുള്ള ഇൻ്റർവ്യൂ ആണ്. പലപ്പോഴും റിക്രൂട്ടേഴ്സ് ഒരു പ്രീ ഇൻ്റർവ്യൂവും കൂടി നടത്താറുണ്ട്. അതായത് കുട്ടികളെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടും എങ്ങനെയാണ് ഇൻ്റർവ്യൂ എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മോക്ക് ഇൻ്റർവ്യൂ പോലെ ഒരു പ്രീ ഇൻ്റർവ്യൂ അവർ നടത്തും. അതിനുശേഷം റിയൽ ആയിട്ടുള്ള റിക്രൂട്ടർ ലെവലിലുള്ള ഇൻ്റർവ്യൂ ഉണ്ട്. റിക്രൂട്ടർ ലെവലിലുള്ള ഇൻ്റർവ്യൂ എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു റിക്രൂട്ടർക്ക് പല എംപ്ലോയേഴ്സ് ഉണ്ടാവും. പലർക്കും പല വിധത്തിലുള്ള നീഡായിരിക്കും ഉണ്ടാകുന്നത്. അതായത് ലാംഗ്വേജ് പ്രൊഫഷ്യൻസിയെ സംബന്ധിച്ച നീഡുണ്ടാവാം, ഏജിനെ സംബന്ധിച്ച നീഡുണ്ടാവാം, അവർ പഠിച്ച അല്ലെങ്കിൽ അവരുടെ ബാക്ക് ഹിസ്റ്ററി, അവരെന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ള കാര്യങ്ങളുണ്ടാവാം. അപ്പം അത് ഓരോ എംപ്ലോയറുടെ നീഡിനനുസരിച്ച് ഇവർ ഇൻ്റർവ്യൂ നടത്തി ഈ കുട്ടികളെ കാറ്റഗറൈസ് ചെയ്ത് ആവശ്യമായിട്ടുള്ള എംപ്ലോയേഴ്സിനെ മുന്നിലേക്ക് ഹാജരാക്കാൻ വേണ്ടിയിട്ടാണ് റിക്രൂട്ടേഴ്സ് പലപ്പോഴും ഇൻ്റർവ്യൂ നടത്തുന്നത്. അതുമാത്രമല്ല, റിക്രൂട്ടറുടെ ഇൻ്റർവ്യൂവിൽ പാസ്സായ ഒരു വിദ്യാർത്ഥികളെ മാത്രമേ അവർ എംപ്ലോയർ ഇൻ്റർവ്യൂവിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ.
അല്ലെങ്കിൽ അവരുടെ എംപ്ലോയേഴ്സ് വെറുതെ വന്ന് ഇൻ്റർവ്യൂ നടത്തി കുറേ ആളുകളെ റിജക്റ്റ് ചെയ്യുന്നതിന് പകരം ഇതെല്ലാം ഓരോ ഫിൽട്രേഷൻ സ്റ്റേജുകളാണ്. ഈ സ്റ്റേജുകളിൽ കൂടി കടന്നിട്ടാണ് വിദ്യാർത്ഥികൾ അടുത്ത സ്റ്റേജിലേക്ക് പോകേണ്ടത്. ജർമ്മൻ റിക്രൂട്ടർ അല്ലെങ്കിൽ എംപ്ലോയർ എന്താണ് ശരിക്കും ഒരു കുട്ടിയെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എക്സ്പെക്ട് ചെയ്യുന്നത്? റിക്രൂട്ടർ ഇൻ്റർവ്യൂ നടത്തുന്നതും എംപ്ലോയർ ഇൻ്റർവ്യൂ നടത്തുന്നതും രണ്ട് ആസ്പെക്ട്സിലാണ്. ഒരു റിക്രൂട്ടർ ജനറൽ ലെവലിലാണ് ഒരു ഇൻ്റർവ്യൂ നടത്തുന്നത്. അതായത് ആ കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കോൺഫിഡൻസ് ലെവല്, ജർമ്മനി വന്ന് സർവൈവ് ചെയ്യുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ജനറൽ രീതിയിലുള്ള ഇൻ്റർവ്യൂ ആണ് റിക്രൂട്ടേഴ്സ് നടത്തുന്നത്. അതേസമയത്ത് എംപ്ലോയർ കുറച്ചുകൂടി സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ടാണ് അവർ ഇൻ്റർവ്യൂ നടത്തുന്നത്. അപ്പോൾ നേഴ്സിംഗിന് പോകുന്നൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി നേഴ്സിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം എടുക്കാൻ എന്താണ് കാരണം, അല്ലെങ്കിൽ അത് ആ കുട്ടിയുടെ ഒരു പാഷനേറ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ ആ പാഷനും കൊണ്ടാണ് ആ പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ളത്, അതിന് സർവൈവ് ചെയ്യുമോ, അതിനെ സംബന്ധിച്ചുള്ള എന്ത് നോളജാണ് നിലവിൽ ആ കുട്ടിക്ക് ഇപ്പോൾ ഉള്ളത്, ഇങ്ങനത്തെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും എംപ്ലോയേഴ്സ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ഇപ്പോൾ നേഴ്സിംഗ് ആണെങ്കിൽ അവരുടെ ജോബ് റോളിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്തുള്ള ഒരാളാണെങ്കിൽ അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ഡെപ്തിലേക്കുള്ള ചോദ്യങ്ങളൊന്നുമല്ല, ജനറലി ഈ കുട്ടിക്ക് ഈ കാര്യം ഭാവിയിൽ ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാവുമോ, അതിനു വേണ്ടിയിട്ട് തന്നെയാണോ റിയലായിട്ട് ഈ കുട്ടി വന്നിരിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എംപ്ലോയേഴ്സ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതായത് ജനറൽ ആയിട്ടുള്ള ഇൻ്റർവ്യൂ റിക്രൂട്ടേഴ്സ് സംഘടിപ്പിക്കുമ്പം എംപ്ലോയർ കുറച്ചുകൂടി ഡെപ്തിൽ സബ്ജക്റ്റ് ഓറിയൻ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ആണ് നടത്തുന്നത്. ഇന്റർവ്യൂ കഴിഞ്ഞ് നമുക്ക് രണ്ട് ഔട്ട്കം ഉണ്ട്, സെലക്ടഡ് ആവാം, റിജക്റ്റഡ് ആവാം. എന്തൊക്കെയാണ് അതിനുശേഷമുള്ള അടുത്ത സ്റ്റെപ്പുകൾ, പ്രോസസ്സുകൾ എന്താണ്? നമ്മൾ ഇന്റർവ്യൂവിന്റെ ഔട്ട്കമ്മിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ജർമ്മനിയിൽ ഒരു മെത്തേഡ് നമുക്ക് മനസ്സിലാക്കണം. അതായത് നമ്മുടെ നാട്ടിൽ എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ നമ്മളെ ആ നീഡിനനുസരിച്ച് സ്പീഡിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. ജർമ്മൻകാരൊരു പ്രോസസ് ഓറിയന്റഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഇപ്പം റിക്രൂട്ടേഴ്സ് ഇന്റർവ്യൂ നടത്തുകയാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, അങ്ങനെ പല കുട്ടികളെ ഇന്റർവ്യൂ നടത്തണമെങ്കിൽ എല്ലാവരുടെയും ഇന്റർവ്യൂ കഴിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ അവർ അതിന്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്, ആരെയൊക്കെ സെലക്ട് ചെയ്തെന്നുള്ള. അപ്പം നമ്മൾ കുറച്ച് കാത്തിരിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഒരു മാസമൊക്കെ എടുക്കും അവരെ ആരെയൊക്കെ സെലക്ട് ചെയ്തെന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് തരാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ എംപ്ലോയേഴ്സും ഇന്റർവ്യൂ നടത്തുമ്പം അവർക്കിപ്പോൾ പർട്ടിക്കുലർ ഒരു ക്ലാസ്സിലേക്ക് ഒരു 40 കാൻഡിഡേറ്റ്സ് വേണമെന്ന് വിചാരിക്കുക. അവർ പല റൗണ്ട് ഇന്റർവ്യൂ പല റിക്രൂട്ടേഴ്സിൻ്റെ അടുത്ത് ഇന്റർവ്യൂ നടത്തിയിട്ടായിരിക്കും ഈ 40 ആളുകളെ സെലക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ 100-150 ആളുകളെ ഇന്റർവ്യൂ ചെയ്തിട്ടായിരിക്കും അവരുടെ ബെസ്റ്റ് 40നെ അവർ കണ്ടെത്തുന്നത്. അപ്പം ആ സെലക്ഷൻ പ്രോസസ്സും ഇതേപോലെ ലെങ്തിയാണ്. ഇന്ന് ഇന്റർവ്യൂ നടത്തി നാളെ രാവിലെ നിങ്ങളൊക്കെ എടുത്തു എന്ന് പലരും പറയാറില്ല. അപ്പം അവര് അതിനൊരു ടൈം എടുക്കും. അപ്പം നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്ന കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ ലെങ്തി ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ വേഗം ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ അവർ അത് കഴിഞ്ഞൊരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും, നമ്മൾ സെലക്റ്റഡ് ആയിട്ടോ എന്നുള്ള കാര്യം നമ്മളെ അറിയിക്കും. ഇതാണ് ഇന്റർവ്യൂ ഈ പ്രോസസ്സിൽ വരുന്നൊരു കാര്യം. സെലക്റ്റഡ് ആണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും മുമ്പോട്ടേക്ക് പോകണമല്ലോ. അപ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് എന്താണ്, എന്ത് കാര്യത്തിന് വേണ്ടിയാണ് അവർ വെയിറ്റ് ചെയ്യേണ്ടത്? സെലക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എംപ്ലോയേഴ്സ് നമുക്ക് ഓഫർ ലെറ്റർ അയക്കും. ഓക്കെ. ഈ ഓഫർ ലെറ്ററിനുള്ളിൽ അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അതായത് അവർക്ക് ലഭിക്കാൻ പോണ സ്റ്റൈപ്പൻഡ് എത്രയാണെന്നുള്ള കാര്യം, എവിടെയാണ് അവർ പഠിക്കുന്നത്, അതുപോലെ തന്നെ അവരുടെ എംപ്ലോയർ ആരാണ്, അവരുടെ ജോബ് ടൈം എത്ര സമയമാണ്, അവരുടെ സ്റ്റഡീസ് ടൈം എത്രയാണ്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഓഫർ ലെറ്റർ അവരെ അയച്ചു തരും. ഓക്കെ. അതിനോടൊപ്പം ഈ ഓഫർ ലെറ്റർ ലഭിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതായത് നമ്മൾ ജർമ്മനിയിലേക്ക് പോകാനുള്ള ഫസ്റ്റ് കടന്നു. ഓക്കെ. നമുക്ക് ഓഫർ ലെറ്റർ കിട്ടി, നമ്മളെ സെലക്റ്റഡ് ആക്കി, നമ്മളെ പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി. ഇനി അതിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഓഫർ ലെറ്ററിനോടൊപ്പം അവർ നമുക്ക് വിസ ഡോക്യുമെന്റ്സ്, അതായത് വിസയ്ക്ക് ആവശ്യമായി ജർമ്മനിയിൽ നിന്ന് തരേണ്ട കുറെ ഡോക്യുമെന്റുകളുണ്ട്. ഈ ഡോക്യുമെന്റുകളൊക്കെ അവരെ അയച്ചു തരും. അപ്പം ഇത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പോകാനുള്ള നമ്മുടെ ആ ജേണിയുടെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത വിസ പ്രോസസ്സിങ്ങിനുള്ള സ്റ്റേജിലേക്ക് കടക്കുകയായി. വിസ പ്രോസസ്സിംഗ് സ്റ്റേജ് വരെ എത്തി. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ജർമ്മനിയിലേക്കുള്ള വിസ എന്ന് പറയുന്നത് ടൈപ്പ് ഡി ഷെങ്കൻ വിസയാണ്. നമുക്ക് വിസ ഇന്റർവ്യൂ ഇല്ല, നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സിന്റെ ആ ഒരു ബലത്തിലാണ് നമുക്ക് വിസ കിട്ടുന്നത്. അപ്പം തീർച്ചയായിട്ടും ഡോക്യുമെന്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഡോക്യുമെന്റേഷനിൽ വേണ്ടത് നമുക്ക്? അതായത് നമ്മളെ ഓഫർ ലെറ്റർ കിട്ടി, ജർമ്മനിയിൽ നിന്ന് ആവശ്യമായിട്ടുള്ള വിസയ്ക്ക് വേണ്ടുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും കിട്ടി, കാൻഡിഡേറ്റിന്റെ ഇവിടെയുള്ള ഡോക്യുമെന്റുകൾ കൂടി കൂട്ടിച്ചേർത്ത് നമ്മൾ വിസ ഫയൽ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ. വിസയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എറർ ഫ്രീ ആയിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യമാണ്. ഇവിടെ ഏതെങ്കിലും ഭാഗത്ത് എറർ സംഭവിച്ചു കഴിഞ്ഞാൽ വിസ റിജക്ഷൻ ഉണ്ടാവും. അത് നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല, റിജക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പം
ഇവിടെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വിസ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ വേണം ഈ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കുട്ടിയെ സംബന്ധിച്ചുള്ള ഡോക്യുമെൻറ്റുകൾ ആവശ്യമുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ പേരിൽ വ്യത്യാസമുണ്ട്. അതായത് 2 ഡോക്യുമെന്റിലും മിസ്മാച്ച്. അതായത് SLC ബുക്കിലൊരു പേരാണ്, അവർ ഗോയിത്തെ അല്ലെങ്കിൽ എക്സാം എഴുതാൻ പോയപ്പോൾ വേറെ പേര് കൊടുത്തു, അല്ലെങ്കിൽ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലുള്ള പേര് വ്യത്യാസമാണ്. അപ്പം ഇതിനെല്ലാം മാച്ച് ചെയ്യിക്കുന്ന ഡോക്യുമെന്റുകൾ കൂടി സപ്പോർട്ടീവായിട്ട് വെച്ചാൽ മാത്രമേ നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് വിസയ്ക്ക് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അങ്ങനെ നിരവധി ഡോക്യുമെന്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഒരു വിസ ഫയൽ എറർ ഫ്രീ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ പോകും. ഈ ഡോക്യുമെന്റേഷന്റെ സമയത്ത് നമ്മൾ ഇൻഷുറൻസും പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് CSP പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിനു മുമ്പേ തന്നെ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒഴിച്ച് വിസയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റുകളും ആവശ്യമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇൻഷുറൻസിന്റെ ഡോക്യുമെന്റും ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ പണ്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ പുതുതായിട്ട് വന്നൊരു കാര്യമാണ് ഈ CSP പോർട്ടൽ എന്ന് പറയുന്നത്. അതായത് നമുക്ക് വിസയ്ക്ക് വേണ്ടിയുള്ള പ്രീ അപ്രൂവലാണിത്. ഈ പ്രീ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് ഓൺലൈൻ ആയിട്ടുള്ള ഒരു പോർട്ടലിൽ നമ്മുടെ എല്ലാ ഡോക്യുമെന്റുകളും അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അവിടെ 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ CSPയിൽ എപ്പോഴും ബിസി ആയിരിക്കും, സ്ലോട്ട് കിട്ടില്ല. അപ്പം സ്ലോട്ട് കിട്ടാനായിട്ടുള്ള കാലതാമസമുണ്ട്. ചിലപ്പം സ്ലോട്ട് അവൈലബിൾ അല്ല എന്ന് കാണിക്കും, അല്ലെങ്കിൽ സ്ലോട്ട് 3 മാസം അപ്പുറത്തേക്കായിരിക്കും. ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പം ഈ സ്ലോട്ട് അവൈലബിൾ ആക്കാനുള്ള ഒരു ടെക്നിക്ക് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പം അത് എക്സ്പേർട്ടായിട്ട് വിസ ചെയ്യുന്ന ആളുകൾക്ക് അത് അറിയാം. ആ കുട്ടിയുടെ ഇൻടേക്കിനനുസരിച്ച് CSP പോർട്ടലിൽ ആ സ്ലോട്ട് അവൈലബിൾ ആക്കി അപ്ലോഡ് ചെയ്ത് പ്രീ അപ്രൂവൽ നേടുക എന്നുള്ളതാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നൊരു കാര്യം. CSP ഒരാൾക്ക് പ്രീ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് അടുത്ത സ്റ്റെപ്പ്? നമുക്ക് CSP ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, പ്രീ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ ഡോക്യുമെന്റ് സബ്മിഷനും ബയോമെട്രിക് എടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് നമുക്ക് VFSലാണ് നമുക്ക് അതിനു വേണ്ടി പോകേണ്ടത്. നമുക്ക് തൊട്ടടുത്ത് പോകാൻ വേണ്ടി സാധിക്കുന്ന കേരളത്തിലാണെങ്കിൽ നമുക്ക് കൊച്ചിയിലുണ്ട്, അതുപോലെ തന്നെ ബാംഗ്ലൂരുണ്ട്. ഈ 2 സ്ഥലത്തുമാണ് നമുക്ക് കേരളത്തിലുള്ള ആളുകൾക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വിസ ഫയലുമായി, എല്ലാം ഉള്ള ഫയലുമായി നേരിട്ട് കൊച്ചിയിലെയോ ബാംഗ്ലൂരെയോ VFS ഓഫീസിൽ നമുക്ക് പോകുന്നു. അതിനു മുമ്പേ നമ്മളവിടെ സ്ലോട്ട് എടുത്തിട്ടുണ്ടാവും ഈ അപ്പിയറൻസിന് വേണ്ടിയിട്ട്. അപ്പോയിന്റ്മെന്റ് വഴി മാത്രമേ പോകാൻ. ഈ അപ്പോയിന്റ്മെന്റും കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും പല കുട്ടികളും പല കൺസൾട്ടൻസിയിലൊക്കെ പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, അവരുടെ ഇൻടേക്ക് അല്ലെങ്കിൽ അവരുടെ ക്ലാസ് തുടങ്ങുന്ന ഡേറ്റിന് മുമ്പേ പലപ്പോഴും VFSന്റെ സ്ലോട്ട് കിട്ടാറില്ല. CSPയിലും അതേപോലെ തന്നെ. അപ്പം അത് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്ക് ഞാൻ പറഞ്ഞതുപോലെ അത് കിട്ടിക്കാനും വിദ്യാർത്ഥികൾ ആ ഇൻടേക്കിൽ തന്നെ വിടാനും ആവശ്യമായിട്ടുള്ള എക്സ്പെർട്ടൈസ് അവർക്കുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് അത് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം ഈ VFSൽ പോയി കഴിയുമ്പോൾ നമ്മൾ കൊണ്ടുപോയ ഫയലിൽ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണെങ്കിൽ അവിടെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല. അവിടെ ഫയൽ കൊടുക്കുന്നു, അതേപോലെ ബയോമെട്രിക് എടുക്കുന്നു, ആൾക്ക് തിരിച്ചു പോരാം. അതേ സമയത്ത് ഈ ഫയലിൽ എന്തെങ്കിലും കാര്യങ്ങൾ മിസ്സിംഗ് ഉണ്ടെങ്കിൽ, ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റുകൾ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അത് പൂരിപ്പിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, മിസ്മാച്ച് ഉണ്ടെങ്കിൽ ഭയങ്കര പ്രോബ്ലത്തിലേക്ക് വരും. അപ്പൊ ഈ വിദ്യാർത്ഥിയെ ചിലപ്പം ഒരു സെപ്പറേറ്റ് റൂമിലേക്ക് വിളിച്ച് ഫിസിക്കലായിട്ടുള്ള ഇന്റർവ്യൂവിനുള്ള സാധ്യതകളുണ്ട്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു, എന്താണ് ആ ഡോക്യുമെന്റോടെ ഈ ഡോക്യുമെന്റോടെ എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കും. അപ്പോൾ പലപ്പോഴും വിദ്യാർത്ഥികളുടെ കയ്യിൽ ഇതൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പം അവർ പെട്ടെന്ന് പാനിക്കാവും. പലപ്പോഴും ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴാണ് വിസ റിജക്ഷൻ ഉള്ള സാധ്യതകൾ പലപ്പോഴും കൂടുന്നത്. അതുപോലെ തന്നെ തെറ്റായ കാറ്റഗറി രേഖപ്പെടുത്തുക, കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാതിരിക്കുക, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഇത് കൊടുത്തു, നമ്മുടെ പാസ്പോർട്ടും അവിടെ കൊടുത്തിട്ടാണ് നമ്മൾ പോരുന്നത്. അതിനുശേഷം നമ്മൾ 2 ആഴ്ച മുതൽ 1 മാസത്തിനുള്ളിൽ പൊതുവെ നമ്മുടെ വിസ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് നമുക്ക് കൊറിയറായിട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പാസ്പോർട്ട് തുറന്നു നോക്കി അതിൽ ജർമ്മൻ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ജർമ്മനി പോകാൻ എലിജിബിൾ ആയിട്ടുള്ള ഒരു ആളായി മാറിയിട്ടുണ്ട്. വിസ കിട്ടി, അടുത്ത സ്റ്റെപ്പ് എന്താ? വിസ കിട്ടിക്കഴിഞ്ഞാൽ ആ വിസയിൽ നമ്മൾ ജർമ്മനിയിൽ എൻട്രി ചെയ്യാൻ തുടങ്ങുന്ന ഒരു ഡേറ്റ് അതിലുണ്ടാവും. അതായത് ഇന്ന ദിവസം മുതലാണ് വിസയ്ക്ക് വാലിഡിറ്റി വരുന്നത്. അപ്പൊ ആ ദിവസത്തിന് ശേഷം മാത്രമേ നമുക്ക് അവിടേക്ക് പോകാൻ വേണ്ടി സാധിക്കൂ. അപ്പം ആ ദിവസം മുതൽ നമ്മുടെ ക്ലാസ് തുടങ്ങുന്ന ദിവസം കണക്കാക്കി, ക്ലാസ് തുടങ്ങുന്നതിന്റെ തൊട്ട് ദിവസം അല്ലെങ്കിൽ അതിന്റെ 2 ദിവസം മുമ്പേ, അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയർ എന്നാണ് നമ്മളോട് അവിടെ എത്തിച്ചേരാൻ വേണ്ടി പറയുന്ന ആ ഡേറ്റിനെ കണക്കാക്കി നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ എടുത്താൽ നമുക്ക് റേറ്റ് കുറഞ്ഞ് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ലേ ഓവറുള്ള ഫ്ലൈറ്റ്, കണക്ഷനുള്ള ഫ്ലൈറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് റേറ്റ് കുറഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജർമ്മനിയിലെ മേജർ
എയർപോർട്ടിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ചാർജ് കുറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കുട്ടികൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരു കാരണവശാലും ഫ്ലൈറ്റ് ടിക്കറ്റ് റെപ്യൂട്ടഡ് അല്ലാത്ത ഏജൻസി വഴി എടുക്കരുത്. പല ഏജൻസികളും ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് നൽകുന്നതിൽ വളരെ വലിയ തട്ടിപ്പുകളൊക്കെ നടത്തുന്നുണ്ട്. കുട്ടികളുടെ അടുത്ത് നിന്ന് പൈസ കളക്ട് ചെയ്യുകയും അതേ സമയത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ഇഷ്യൂ ചെയ്യുകയും കുട്ടി എയർപോർട്ടിൽ എത്തിയതിന് ശേഷം ഇതൊക്കെ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടി, എയർപോർട്ടിലെത്തി, അവർ ഫ്ലൈ ചെയ്തിപ്പോൾ ഫ്രാങ്ക്ഫർട്ട് അല്ലെങ്കിൽ ബെർലിൻ ലാൻഡ് ചെയ്തു വിചാരിക്കുക, ഇനി എന്താണ് അവർ ചെയ്യേണ്ടത്? അവരുടെ ജേണിയെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും എംപ്ലോയർ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ ഇന്ന എയർപോർട്ടിൽ വന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുന്ന എയർപോർട്ട് ഏതാണെങ്കിൽ അവിടുന്ന് അവർക്ക് പോകേണ്ട സ്ഥലത്തേക്ക് തൊട്ടടുത്താണെങ്കിൽ എയർപോർട്ടിൽ വന്ന് തന്നെ എംപ്ലോയർ പിക്ക് ചെയ്യും. ഓക്കെ, അതല്ല കുറച്ച് ദൂരം കൂടുതലാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിൻ സർവീസ്, ഏത് ട്രെയിനിന് കയറിയിട്ട് അവിടെ ഇറങ്ങണം എന്നുള്ള കാര്യം, ആ ട്രെയിനിന് ആവശ്യമായ ടിക്കറ്റ്, ഇതെല്ലാം എംപ്ലോയർ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഫ്ലൈറ്റ് ഇറങ്ങി എയർപോർട്ടിൽ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോവുക, അതെല്ലാം അടുത്തടുത്തായിരിക്കും. അവിടെ പോവുക, അവിടുന്ന് അവരെ പോകേണ്ട ഡെസ്റ്റിനേഷനിലേക്ക് അവർ പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ഡെസ്റ്റിനേഷനിൽ അവരെ എംപ്ലോയറുടെ പ്രതിനിധി ഉണ്ടാവും, അവരെ കൂട്ടിക്കൊണ്ടു പോവും, അവരുടെ അക്കമഡേഷനിൽ, അവർക്ക് താമസിക്കാനുള്ള അക്കമഡേഷൻ ഫെസിലിറ്റിയിൽ അവരെ കൊണ്ടുപോയി ആക്കും. ഓക്കെ, പല എംപ്ലോയേഴ്സും, അതായത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള എംപ്ലോയേഴ്സ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ കളക്ട് ചെയ്ത് കൊടുക്കുന്ന ആളുകളുണ്ട്. അതായത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഫ്രിഡ്ജിനുള്ളിൽ അടുത്തൊരാഴ്ചത്തേക്ക് കഴിക്കാനുള്ള ഒരുപക്ഷെ ഇന്ത്യൻ ഫുഡ് നമുക്ക് പരിചയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പല എംപ്ലോയേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ എത്തി, അക്കമഡേഷനിൽ വരെ നമ്മൾ എത്തി, ജർമ്മനിയിൽ നമ്മൾ ലാൻഡ് ചെയ്തു, അവരുടെ ഒരു ഡ്രീം അവർ അച്ചീവ് ചെയ്തു എന്ന് തന്നെ പറയാം. പക്ഷേ ഇനിയും അവിടെ നിന്ന് അങ്ങോട്ട് കുറേ സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ. അതായത് ഫസ്റ്റ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറേ ഡോക്യുമെന്റേഷനുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവുമല്ലോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇനീഷ്യലി അവർ ചെയ്യണം, എന്തൊക്കെ സപ്പോർട്ടുകൾ ഉണ്ടാവും ആ കാര്യങ്ങൾ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്? നമ്മൾ ജർമ്മനിയിൽ ലാൻഡ് ചെയ്തു, ഇനി ജർമ്മനിയിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള രേഖകൾ നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ടതാണ് സിറ്റി രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിലൊരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു ആ ലെവലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പോലെ തന്നെ ജർമ്മനിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളോട് കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. അത് അവിടെ പോയി നമ്മൾ ആ സിറ്റി രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിന് നമ്മുടെ എംപ്ലോയർ നമ്മളെ സഹായിക്കും. ഓക്കെ, ആ എംപ്ലോയറുടെ ഹെൽപ്പോടുകൂടി അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിലനിൽക്കാനും ജീവിക്കാനും ആവശ്യമായിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള ലൈസൻസ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഓക്കെ, അതിനുശേഷം നമ്മുടെ ക്ലാസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക, ക്ലാസ്സിൽ പോവുക, പഠിക്കുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ജർമ്മനിയിലെത്തി, സിറ്റി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു, അപ്പോൾ അവരുടെ ഡ്രീം ഡെസ്റ്റിനേഷനിൽ അവരെത്തി. അപ്പം ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റൈഫൻഡ് കിട്ടുന്നതിനെ കുറിച്ച് എക്സൈറ്റഡ് ആണ് കുട്ടികൾ. അപ്പം എന്തായിരിക്കും അങ്ങനെ അവരുടെ ഒരു 3 വർഷത്തെ ജേർണി ഉണ്ടല്ലോ, ഹൗസ് ബിൽഡിംഗ് ജേർണി, എന്തായിരിക്കും ആ 3 വർഷം നടക്കാൻ പോകുന്നത്? നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇരുന്ന് ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി ചിന്തിക്കുമ്പം നമ്മളെ എല്ലാ ആളുകളും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്ന മാതിരിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, ഒരു യൂണിവേഴ്സിറ്റി. അപ്പം എല്ലാവർക്കും കോമൺ ആയിട്ടൊരു റൂൾ ആയിട്ടാണ് നമ്മൾ ഇവിടുന്ന് കാണുന്നത്. ഓക്കെ, നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. നമ്മൾ ജർമ്മനി എന്ന് പറയുന്ന ഒരു വലിയ രാജ്യത്തേക്കാണ് ആളുകൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ രാജ്യത്തേക്ക് പോകുമ്പം അവിടെ ഡിഫറെൻറ്റ് സ്റ്റേറ്റുകളുണ്ട്, ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, ഡിഫറെൻറ്റ് എംപ്ലോയേഴ്സ് ഉണ്ട്. എല്ലാവർക്കും നിയമങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം തന്നെ നമുക്ക് 2 വർഷം തൊട്ട് 4 വർഷം വരെയുള്ള പ്രോഗ്രാമുകളുണ്ട്. ഡ്യൂറേഷൻ തന്നെ വ്യത്യാസമുണ്ട് പ്രോഗ്രാമിനനുസരിച്ച്. അപ്പം നമ്മൾ ഈ പോകുന്ന പ്രോഗ്രാം ജനറലി എന്ന് പറയുന്നത് 3 വർഷത്തെ പ്രോഗ്രാമിനാണ് നമ്മൾ ഇവിടുന്ന് പൊതുവെ പോകുന്നത്. അപ്പം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, 3 വർഷത്തെ പ്രോഗ്രാമിൽ പോകുമ്പം അവർക്ക് കുട്ടികൾക്ക് പ്രാക്ടിക്കൽ ബ്ലോക്കും തിയറി ബ്ലോക്കും ഉണ്ട്. അപ്പം ഈ ബ്ലോക്കിൽ നമ്മൾ പൊതുവെ പറയാൻ പറ്റുന്ന തിയറി ബ്ലോക്ക് 2100 മണിക്കൂർ, പ്രാക്ടിക്കൽ ബ്ലോക്ക് 2500 മണിക്കൂർ എന്നാണ് നമുക്ക് പൊതുവെ 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്ക് പൊതുവെ പറയാൻ പറ്റുന്നത്. ഇത് തന്നെ വ്യത്യാസം ഉണ്ടാവും. സ്റ്റേറ്റിനനുസരിച്ച്, സ്കൂളിനനുസരിച്ച്, എംപ്ലോയർക്ക് അനുസരിച്ച് വ്യത്യാസമുണ്ട്. നമുക്ക് കോമൺലി പറയാൻ പറ്റുന്ന ഇതാണ്. അപ്പോൾ ഒരു കുട്ടി ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ആദ്യം തുടങ്ങുന്നത് തിയറി ബ്ലോക്ക് ആയിരിക്കും, ചിലർക്ക് പ്രാക്ടിക്കൽ ബ്ലോക്ക് ആയിരിക്കും തുടങ്ങുന്നത്. ഇത് സ്ഥാപനത്തിനനുസരിച്ച് ഈ ബ്ലോക്കുകളുടെ ഡ്യൂറേഷൻ വ്യത്യാസം ഉണ്ടാവും. ചില ആളുകൾക്ക് 15 ദിവസം തിയറി ബ്ലോക്ക്, അതിനുശേഷം 15 ദിവസം പ്രാക്ടിക്കൽ ബ്ലോക്ക്, ഇങ്ങനെയൊക്കെ ആയിരിക്കും. ചിലർക്ക് 1 വീക്ക് തിയറി ബ്ലോക്ക്, 2 വീക്ക് പ്രാക്ടിക്കൽ ബ്ലോക്ക്, എഗെയിൻ പിന്നെ 1 മന്ത് തിയറി ബ്ലോക്ക്. അതായത് ആ സ്ഥാപനമാണ് നമ്മുടെ ടൈം ടേബിൾ പോലെ സിലബസ് ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ചിട്ടാണ് ഓരോ സ്ഥാപനത്തിലും പഠനം ഉണ്ടാകുന്നത്. അപ്പം കുട്ടികളോട് പറയാനുള്ളൊരു കാര്യം, അവരുടെ സ്റ്റൈപ്പൻഡിനെ സംബന്ധിച്ചൊരു കാര്യം പറയണം. അതായത് സ്റ്റൈപ്പൻഡ് ഇപ്പോൾ ആദ്യത്തെ മാസം തന്നെ കിട്ടുമോ? നമുക്ക് ആദ്യത്തെ മാസം ചെന്ന് ലാൻഡ് ചെയ്ത് ക്ലാസ് തുടങ്ങുന്ന അന്ന് മുതൽ നമ്മുടെ സ്റ്റൈപ്പൻഡ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ആ മാസം 26-ാം തീയതിയോ 27-ാം തീയതിയോ സ്റ്റൈപ്പൻഡ് കിട്ടും. നമ്മുടെ നാട്ടിലെ മാതിരി ഈ മാസം കഴിഞ്ഞ് പിന്നത്തെ മാസം 5-ാം തീയതിയോ 10-ാം തീയതിയിലേക്കൊന്നും വെയിറ്റ് ചെയ്യേണ്ട.
നമ്മൾ ജോലിക്ക് അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ചേർന്ന ആ മാസം തന്നെ നമുക്ക് സ്റ്റൈപ്പൻഡ് കിട്ടും. ഓക്കെ. അപ്പോൾ സ്റ്റൈപ്പൻഡിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ഇത് വേരി ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ജനറലി ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റും, ഒരു 1250 യൂറോ മുതൽ 1750 യൂറോ വരെയുള്ള സ്റ്റൈപ്പൻഡ് ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് മന്ത് തൊട്ട് കുട്ടികൾക്ക് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ. അപ്പം ഹൗസ് ബിൽഡിംഗ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. നമുക്ക് തിയറി ബ്ലോക്ക് ഉണ്ട്, പ്രാക്ടിക്കൽ ബ്ലോക്ക് ഉണ്ട്, എല്ലാ മാസവും സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ എക്സാമുകൾ ഉണ്ടാവുമല്ലോ, അതിന് പ്രൊബേഷൻ പീരീഡ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ക്ലാരിറ്റി അവർക്ക് കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും. നമ്മൾ ജർമ്മനിയിൽ എത്തിക്കഴിയുമ്പോൾ ഒരു കുട്ടി ഒരു പുതിയ രാജ്യത്തെ പുതിയൊരു സിസ്റ്റത്തിലേക്ക്, പുതിയൊരു കൾച്ചറിലേക്ക് വരികയാണ്. അപ്പോൾ ആദ്യത്തെ 6 മാസം കുട്ടീനെ ഫ്രീ ആയിട്ടാണ് അവരെ കരുതുന്നത്. ഓക്കെ. അതായത് ഇതൊക്കെ ലേൺ ചെയ്യാനുള്ള ഒരു സമയമാണ്. 6 മാസം കഴിയുമ്പോൾ ഒരു പ്രൊബേഷൻ പീരീഡ് ഉണ്ട്. ആ പ്രൊബേഷൻ അവർക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തും എക്സാം എന്ന് പറയുമ്പോൾ ഉടനെ തോക്കുവോ, നമ്മളെ തിരിച്ചു വരുമോ എന്നൊക്കെയാണ് നമ്മുടെ ആളുകൾ ചിന്തിക്കുന്നത്. അങ്ങനത്തെ വിഷയങ്ങളൊന്നുമല്ല. അതായത് ലാംഗ്വേജ് ലേൺ ചെയ്യാനുള്ള ലാംഗ്വേജ് ഉണ്ടോ എന്ന് നോക്കുന്നതാണ് ഈ പ്രൊബേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ 6 മാസമായിട്ടും ആ രാജ്യത്ത് എത്തിച്ചേർന്നിട്ട് അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനും മനസ്സിലാക്കാനും അത് റീപ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെയുള്ള നമ്മുടെ ലാംഗ്വേജ് എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പം അത് എല്ലാ വിദ്യാർത്ഥികളും സക്സസ് ആയിട്ട് പാസ്സാവുന്നുണ്ട്. അപ്പം അത് പാസ്സാവാത്ത ആളുകൾ എന്ന് പറയുന്നത് അത്രത്തോളം ആ കാര്യത്തിൽ സീരിയസ് ആയിട്ട് എടുക്കാത്ത ആളുകൾ. നോർമൽ കേസിൽ പോയ ക്ലാസ് അവിടെ ചെന്ന് ജർമ്മനിയിലെ എക്സൈറ്റ്മെന്റ് കൊണ്ട് ക്ലാസ്സിലൊന്നും പോകാതെ വേറെ പല കാര്യങ്ങളുമായിട്ടൊക്കെ നടക്കുന്ന ആളുകൾക്കാണ് ഒരു പക്ഷേ ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. അല്ലാതെ നോർമലായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ പ്രൊബേഷൻ കഴിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാക്കാത്ത വിധത്തിൽ പോലും അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കും. പിന്നീട് അവരുടെ 3 വർഷത്തെ ഈ പഠനത്തിൻ്റെ ജേണിയുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, പരീക്ഷകളുണ്ട്. തീർച്ചയായിട്ടും പരീക്ഷകൾ ഞാൻ പറഞ്ഞ പോലെ സ്റ്റേറ്റിനും ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെ അനുസരിച്ച് വ്യത്യാസമുണ്ട്. ചിലർക്ക് ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ പബ്ലിക് എക്സാം ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ചില ആൾക്ക് സെക്കൻഡ് ഇയറിലാണ് ഒന്നിച്ച് ഒരു പബ്ലിക് എക്സാം നടക്കുന്നത്. മിക്കവാറും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും തേർഡ് ഇയർ എന്ന് പറയുന്നത് ഒരു കുറച്ചുകൂടി സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ സ്പെഷ്യലൈസേഷൻ ഇതിലേക്കാണ് വരുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറിലും ജനറൽ സ്റ്റഡീസ് ആണെങ്കിൽ തേർഡ് ഇയർ ആകുമ്പം നമ്മളുടെ എടുക്കാൻ പോകുന്ന പ്രോഗ്രാമിൻ്റെ സ്പെഷ്യലൈസേഷനുള്ള പഠിത്തമാണ് നടക്കുന്നത്. തേർഡ് ഇയർ കഴിയുമ്പോൾ തീർച്ചയായിട്ടും പബ്ലിക് എക്സാം ഉണ്ട്. ഈ എക്സാം ക്ലിയർ ചെയ്യുന്ന ആളുകളാണ് സക്സസ്ഫുള്ളി നമ്മുടെ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്ക് വിജയിച്ച സർട്ടിഫിക്കറ്റുകളുണ്ട്. അവർ ആ കാര്യങ്ങൾ ചെയ്യാൻ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറുകയാണ് ആ സമയത്ത് ചെയ്യുന്നത്. ഏറ്റവും വലിയ ആശങ്ക, കൺസേൺ എന്ന് പറയുന്നത് പഠനശേഷം ലഭിക്കേണ്ട ജോലിയെ സംബന്ധിച്ചാണ്. അപ്പം സക്സസ്ഫുള്ളി വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇമ്മീഡിയറ്റ്ലി തന്നെ ജോലി കിട്ടുമോ? അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? അതിൻ്റെ പ്രോസസ്സ് എന്താണ്? ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് തന്നെ ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, ജോബ് അഷ്വേർഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം ആളുകളെ ജോലിക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. കാരണം ആ ജോബ് എക്സ്പീരിയൻസ് ആണ് അവർക്ക് അവിടെ പ്രാക്ടിക്കലായിട്ട് നൽകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു 2100 മണിക്കൂർ അവർ തിയറി പഠനം നടത്തുമ്പോൾ 2500 മണിക്കൂർ അവർ പ്രാക്ടിക്കലായിട്ട് പഠിക്കുന്നുണ്ട്. ആ ജോബ് ചെയ്യാനുള്ള കഴിവാണ്, സ്കില്ലാണ് ആ പഠനത്തിലൂടെ അവർ വളർത്തുന്നത്. അപ്പം ആ കോഴ്സ് കഴിഞ്ഞാൽ അവർ ഏത് എംപ്ലോയറുടെ കൂടെയാണ് പഠിക്കുമ്പോൾ നിന്നത് അവിടെ വേണമെങ്കിൽ അവർക്ക് ജോലി കണ്ടിന്യൂ ചെയ്യാം. അത് പുതിയ ജോലി സ്ഥലത്തൊന്നും അന്വേഷിച്ച് പോകേണ്ട ആവശ്യം പലപ്പോഴും ഉണ്ടാവാറില്ല. നമ്മൾ പ്രാക്ടിക്കൽ പരിശീലനത്തിൽ ഇന്ന് എംപ്ലോയർ എടുത്ത് ഇന്നലെ വരെ നമ്മൾ സ്റ്റൈപ്പൻഡോടുകൂടി ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ ഇന്ന് മുതൽ നമ്മൾ അവിടെ ഒരു എംപ്ലോയി ആയിട്ട് മാറുക, സാലറി വാങ്ങി ജോലി ചെയ്യുന്നു. അതെല്ലാം നമുക്ക് ജർമ്മനി, ത്രൂ ഔട്ട് ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്ത് എവിടെ വേണമെങ്കിലും പോയി നമുക്ക് ജോലി ചെയ്യാനുള്ള ലൈസൻസ് ആണ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നേഴ്സിംഗ് എന്ന് വിചാരിക്കുക, നമ്മൾ പഠനം പൂർത്തിയായി ജർമ്മനിയിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സായി തീരുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ജർമ്മനിയിൽ ഏത് ഹോസ്പിറ്റലിൽ പോയി വർക്ക് ചെയ്യാം, ഏത് സ്റ്റേറ്റിൽ പോവാം. ഇപ്പം നമ്മൾ വിചാരിക്കുകയാണ് ഇവിടെ പഠിച്ച് പൂർത്തിയാക്കി എൻ്റെ കസിൻസൊക്കെ ആ സ്റ്റേറ്റിലുണ്ട്, എനിക്ക് അങ്ങോട്ട് മൂവ് ചെയ്യണം, നമുക്ക് തീർച്ചയായിട്ടും അങ്ങോട്ട് പോവാം. അല്ലെ എൻ്റെ ഫ്രണ്ട് ഇന്ന സ്ഥലത്താണ്, എനിക്ക് അവിടെ പോകണം. നമുക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് ജോലി അന്വേഷിച്ച് അല്ലെ ജോലി കയറാൻ വേണ്ടി സാധിക്കും. ഇന്ന് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എത്ര ജോലി വേണമെങ്കിലും കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഇന്നുണ്ട്. അത്രയധികം ഓപ്പർച്യൂണിറ്റികൾ ജർമ്മനിയിലുണ്ട്. അത്രയധികം ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഓപ്പണിംഗ് അവിടെയുണ്ട്. ഓക്കെ. ജോലി കിട്ടുന്ന സമയത്ത് എത്രത്തോളം സാലറി നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്? നമുക്ക് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം കഴിഞ്ഞ് ജോലി കയറുന്ന ഒരാളുടെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് നമുക്ക് അറൗണ്ട് 3 lakhs മുതൽ 4 lakhsiനിടയിലുള്ളൊരു സാലറി ആയിരിക്കും. അവരുടെ കാറ്റഗറി ഓഫ് ജോബ് അതിനനുസരിച്ച്, അതുപോലെ തന്നെ ഞാൻ പറയുന്ന പോലെ എംപ്ലോയറുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ ഒരേ ജോലി, ഇപ്പം നേഴ്സിംഗ് ജോലിയാണെങ്കിൽ തന്നെ പല ഹോസ്പിറ്റലിൽ പല ശമ്പളമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ എംപ്ലോയറുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് കൂടുതൽ ശമ്പളം കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഏറ്റവും മിനിമം 3 lakhs rupees എങ്കിലും അവർക്ക് സാലറി കിട്ടും, ഏത് ട്രേഡ് ആണെങ്കിലും.
അതുതൊട്ട് ഇപ്പം നേഴ്സിംഗ് ഒക്കെ ആണെങ്കിൽ 4 ലക്ഷം രൂപ വരെയൊക്കെ ശമ്പളം കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമ്മുടെ ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുകയാണെങ്കിൽ. ഒരു ബിറ്റ്വീൻ നമുക്ക് ഒരു 3.5 ലാക്സ് സാലറി കിട്ടുമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. ഓവർ ടൈം ഒക്കെ എടുത്ത് അഡീഷണൽ ഏൺ ചെയ്യാനുള്ള അവസരങ്ങളുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ജർമ്മനിയിലുള്ള വലിയൊരു പോസിബിലിറ്റിയാണ് ഈ ഓവർ ടൈം ഫെസിലിറ്റി എന്ന് പറയുന്നത്. അതായത് അവിടെ എംപ്ലോയീസിൻ്റെ ഷോർട്ടേജ് വളരെ കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെ ഷോർട്ടേജ് ഉള്ളപ്പം നമുക്ക് എല്ലാവർക്കും ഓവർ ടൈം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. രണ്ടാമത് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും അവരുടെ മിനിമം റിക്വയർമെൻറ്റ്സിന് ആവശ്യമായിട്ടുള്ള ജോലികളെ അവർ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ജർമ്മനിയിൽ കുറേ നാൾ വർക്ക് ചെയ്ത ആളുകളാണെങ്കിൽ ഇപ്പം നമുക്ക് നേഴ്സിംഗ് മേഖല തന്നെ നമുക്ക് ആലോചിക്കാം. അവർ മിക്കപ്പോഴും ഫ്രൈഡേ ഈവനിങ്ങിൽ സ്ഥലം വിടും. അവർ വല്ല ഹിൽ സ്റ്റേഷനിൽ എവിടെയൊക്കെ ടൂർ പോകും. പിന്നെ മൺഡേ അവർ വരുവുള്ളൂ. അപ്പോൾ പല ഹോസ്പിറ്റലുകളിലും ഈ സാറ്റർഡേ, സൺഡേ, നൈറ്റ് ഇതൊക്കെ വളരെ ആളുകൾ ഷോർട്ടേജ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് പോകുന്ന ആളുകൾക്ക് നമുക്ക് കൂടുതൽ പണം ഉണ്ടാക്കണമെങ്കിൽ ഈ സമയത്തൊക്കെ നമുക്ക് ഓവർ ടൈം വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഓവർ ടൈം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ സാലറി അല്ല ലഭിക്കുന്നത്. നമുക്ക് സാധാരണ സാലറിയുടെ ഇരട്ടിയോ 2 ഇരട്ടിയോ ഒക്കെ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ യങ് ഏജിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത്. അപ്പം പല നേഴ്സുമാരും അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന അവർക്ക് മന്ത്ലി 7 ലക്ഷം രൂപ വരെയൊക്കെ ഏൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവരുടെ സാലറി ഓവർ ടൈം ഒക്കെ ഉപയോഗിച്ചിട്ട്. ഓക്കെ, ജോലി കിട്ടി, സെറ്റിലായി. അപ്പോൾ പിന്നെ നമ്മളുടെ എന്താ പറയുക പ്രാരാബ്ദങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ തീർന്നു. നമ്മളൊരു എന്താ പറയുന്ന ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഫേസിലേക്ക് എത്തി. അപ്പോൾ പിന്നെ നമുക്ക് ഹ്യൂമൻ ബീയിങ്സിന് പിന്നെ വേണ്ടത് കുറേയും കൂടെ സേഫ്റ്റി, അഷുറൻസ്, കംഫർട്ട് ഒക്കെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു യൂറോപ്യൻ യൂണിയനിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ വികസിത രാജ്യങ്ങളിൽ ആളുകൾ പോകുന്നത് PR കിട്ടാനും സിറ്റിസൺഷിപ്പ് കിട്ടാനും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ അതായത് അവർക്ക് ഫാമിലിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ നല്ലൊരു വിവാഹം കഴിക്കണം, അങ്ങനെ പല പദ്ധതികളുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അവരുടെ മുൻപിൽ അവരിനി അച്ചീവ് ചെയ്യാൻ ബാക്കിയുള്ള 2 കാര്യങ്ങളൊന്ന് PR-ഉം സിറ്റിസൺഷിപ്പുമാണ്. അതിലേക്കുള്ളൊരു പാത്വേ എന്താണ്? കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സിറ്റിസൺഷിപ്പിലേക്ക് എത്തുമ്പോഴാണ് ശരിക്കും അൾട്ടിമേറ്റ്ലി നമ്മളിപ്പം എന്താ പറയുന്നത് ലാംഗ്വേജ് അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇവർ ജർമ്മൻ ഭാഷ പഠിക്കാൻ തുടങ്ങിയ മൊമെന്റ് തൊട്ട് ഇവരുടെ ഒരു യാത്ര എന്ന് പറയുന്നത് പൂർത്തിയാവുന്നത് ജർമ്മനിയിലെ സിറ്റിസൺഷിപ്പ് കിട്ടുമ്പോഴാണല്ലോ. അപ്പോൾ അതിലേക്ക് 2 സ്റ്റെപ്പുകളുണ്ട്, PR, സിറ്റിസൺഷിപ്പ്. എങ്ങനെയാണ് അതിലേക്ക് എത്താൻ പറ്റുക? PR-ഉം സിറ്റിസൺഷിപ്പും നമ്മൾ യഥാർത്ഥത്തിൽ പറയുമ്പം നമ്മുടെ ഒരു മാറ്റർ ഓഫ് റൈറ്റ് അല്ല വിദ്യാർത്ഥികളുടെ. ആ രാജ്യം നമുക്ക് തരുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതിന് ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള ഡിസ്ക്രിഷണറി പവർ അവിടെയുണ്ട്. PR തീർച്ചയായിട്ടും നമ്മുടെ ഒരു നോർമൽ കോഴ്സ് ഓഫ് ലൈഫിൽ വന്നു ചേരുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഹൗസ് ബിൽഡിങ്ങിന് പോണ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ പഠന കാലയളവിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് അവരുടെ ആ കാലഘട്ടത്തെ കൂടി അവർ ജോലിയായിട്ട് പരിഗണിച്ച് പഠനം കഴിഞ്ഞ് അവർ റിയൽ ആയിട്ടുള്ള എംപ്ലോയ്മെന്റിൽ കയറിയാൽ 2 വർഷം കൊണ്ട് അവർക്ക് PR കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ചെന്ന് കഴിഞ്ഞ് മൊത്തം 5 വർഷം. അതായത് പഠനത്തിന്റെ 3 വർഷം, പിന്നീട് എംപ്ലോയ്മെന്റിൽ ഇരിക്കുന്ന 2 വർഷം. അങ്ങനെ 5 വർഷം പൂർത്തിയാക്കുന്ന സമയത്ത് അവർക്ക് PR എലിജിബിലിറ്റി കിട്ടുമെന്നേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. PR കൊടുക്കുന്ന ആ രാജ്യമാണ് ഈ കുട്ടീനെ അല്ലെങ്കിൽ ഈ കാൻഡിഡേറ്റിനെ അല്ലെങ്കിൽ ഈ എംപ്ലോയിനെ അസസ് ചെയ്തിട്ടാണ് അവർ PR കൊടുക്കുന്നത്. അപ്പം കിട്ടാനുള്ള സാധ്യതകളില്ല. കിട്ടാനുള്ള സാധ്യത 100% ഉണ്ട്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യമല്ലാത്തത് കൊണ്ട് അവിടെ PR കിട്ടുമെന്ന് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ വേണ്ടി സാധിക്കാത്തത് കൊണ്ട് അങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഈ ആളുകൾക്ക് PR കിട്ടും. PR കിട്ടിക്കഴിഞ്ഞ് സിറ്റിസൺഷിപ്പ് കിട്ടുക എന്ന് പറയുന്നത് കുറേ കൂടി ആ രാജ്യത്തിന്റെ ഡിസ്ക്രിഷണറി പവറാണ്. അതായത് ആ രാജ്യത്തെ ഒരു പൗരനായിട്ട് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ക്വാളിറ്റി ഉള്ള ഒരാളാണെന്ന് അവർക്ക് ബോധ്യം വരുന്ന ഘട്ടത്തിലാണ് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത്. നോർമലി PR കിട്ടിയ ആളുകൾക്ക് ഒരു സർട്ടൺ ടൈം പീരീഡ് കഴിയുന്ന സമയത്ത് ആ രാജ്യം സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് PR കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫാമിലീനെ കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ ഫാമിലി റീയൂണിഫിക്കേഷൻ വിസ എന്ന് പറയും, അതിനുള്ളൊരു സ്റ്റാറ്റസിലേക്ക് നമുക്ക് വരാൻ വേണ്ടി സാധിക്കും. അതായത് സ്പൗസിനെ കൊണ്ടുപോകാനുള്ള ഓപ്പർച്യൂണിറ്റി ആ സമയമാകുമ്പോഴേക്കും നമുക്ക് വരും. അങ്ങനെ നമുക്ക് ഫാമിലിയുള്ള ആളുകളെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. സാർ, നമ്മുടെ സ്പൗസിനെ അല്ലെങ്കിൽ ഫാമിലിനെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് PR കിട്ടേണ്ട ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ നമുക്ക് കുട്ടികൾ ഹൗസ് ബിൽഡിങ്ങിന് പോകുന്ന കുട്ടികൾക്ക് പൊതുവെ സ്പൗസ് ഒന്നും ഉണ്ടാവാറില്ല. ഒരു പഠിക്കാൻ വേണ്ടി പോവുകയാണ്, ചെറിയ കുട്ടികളാണല്ലോ. അപ്പം ഒരുപക്ഷെ അവർ പഠനം കഴിയുമ്പോഴേക്കും ചിലർ കല്യാണം കഴിച്ചിട്ടുണ്ടാവും, ചിലർ ജോലിയെ കയറുന്ന ഉടനെ കല്യാണം കഴിച്ചിട്ടുണ്ടാവാം. അപ്പം അവർക്ക് ഒരു പെർമനന്റ് എംപ്ലോയ്മെന്റ് കിട്ടിക്കഴിയുന്ന സമയം എപ്പോഴാണെങ്കിലും ആ സമയം മുതൽ അവർക്ക് ഫാമിലി റീയൂണിഫിക്കേഷൻ വിസയ്ക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുകൂടാതെ PR കിട്ടിക്കഴിഞ്ഞാലും അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ജർമ്മനി എന്ന് പറയുന്ന രാജ്യം ക്വാളിറ്റിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് അല്ലേ? മെഴ്സഡീസ് ബെൻസ് ഉണ്ട്, BMW ഉണ്ട്, ഓഡി ഉണ്ട്, പോർഷെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ചെല്ലുന്ന ഒരാളുടെ അല്ലെങ്കിൽ ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്ത് ചെന്ന് സെറ്റിൽ ആവുന്ന ഒരാളുടെ ജീവിതത്തിലും കുറെ ക്വാളിറ്റി അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ സാർ? അതെന്തൊക്കെയായിരിക്കും?
നമ്മളിപ്പോൾ സംസാരിച്ചു വന്നത് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമുകളിലൂടെ അവരുടെ ഡയറക്റ്റായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന മാറ്റങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. യഥാർത്ഥത്തിൽ ഇതിലും വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ് യഥാർത്ഥത്തിൽ ജർമ്മനിയിൽ ചെല്ലുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ജർമ്മനി എന്ന് പറയുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും ക്വാളിറ്റിയുള്ള ലൈഫ് പ്രദാനം ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. അപ്പോൾ നമ്മളൊരു വിദ്യാർത്ഥി അവിടേക്ക് ചെന്ന് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഏറ്റവും ക്വാളിറ്റി ഉള്ള ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് ആ ക്ലെൻലിനെസ് അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിലെ ഒരു പബ്ലിക് ടോയ്ലറ്റ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം നമ്മുടെ ആ സിവിക് സെൻസ് എന്ന് പറയുന്നത് വൃത്തിയാക്കി സൂക്ഷിക്കാനുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ഇതുവരെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല. അപ്പം ആ രൂപത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിക്കാനും അത് യൂസ് ചെയ്യാനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റി അവർ വരുന്നുണ്ട്. നമ്മളെക്കാൾ എത്രയോ ഉയരത്തിൽ ടെക്നോളജിക്കലി ഡ്രിവൺ ആയിട്ടുള്ളൊരു രാജ്യമാണ് ജർമ്മനി. അപ്പം ആ ടെക്നോളജിയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട്. നമ്മൾ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ, ഹൗസ് ബിൽഡിംഗ് സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോഴും പിന്നെ ജോലിയിലേക്ക് വരുന്ന സമയത്തും നമുക്ക് നമ്മുടെ ഇൻഷുറൻസ് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടും. ഒരുപക്ഷെ നമ്മുടെ സ്റ്റൈപ്പൻഡിൽ നിന്ന്, സാലറിയിൽ നിന്നൊക്കെ അതിനുള്ള പണം അവര് പിടിക്കുന്നുണ്ടാവാം. പക്ഷെ ഇതെല്ലാം നമുക്ക് സേർട്ടൻ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പം അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്. നമുക്ക് ജോലി ഇല്ലാതെ അത്രയും കാലം നമുക്ക് ഇങ്ങോട്ട് ശമ്പളം പോലെ പണം കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് ഫ്രീ ട്രീറ്റ്മെന്റിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് ഔട്ട് പേഷ്യൻ്റ് ആണെങ്കിൽ ഇൻ പേഷ്യൻ്റ് ആണെങ്കിലും നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി, നമ്മുടെ അസുഖത്തിന്റെ ഗ്രാവിറ്റിക്ക് അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ലഭിക്കും. ഇപ്പൊ നമുക്ക് ഹെലികോപ്റ്റർ വന്ന് നമ്മളെ കൊണ്ടുപോകണമെങ്കിൽ പോലും നമ്മുടെ കയ്യിലെ പണമല്ല നോക്കുന്നത്, നമ്മളെന്ന് പറയുന്ന ഹ്യൂമനെയാണ് അവിടെ നോക്കുന്നത്. നമുക്കത് നെസസിറ്റി ഉള്ളൊരു കാര്യമാണെങ്കിൽ അങ്ങനെ നമ്മളെ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് തരും. അതുപോലെ തന്നെ നമ്മുടെ ഏജ്ഡ് കെയർ, നമുക്ക് പ്രായമാകുമ്പോൾ നമുക്ക് കിട്ടേണ്ട എല്ലാ സർവീസിനും വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. നമുക്ക് പെൻഷൻ കിട്ടും, ഏജ്ഡ് കെയർ കിട്ടും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു ക്വാളിറ്റി ഉള്ള ലൈഫിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. നമുക്ക് ജർമ്മനിയിൽ വർക്ക് ലൈഫ് ബാലൻസിനെ പറ്റി പറയുമ്പോൾ നമുക്കൊരു വീക്കിൽ നിയമപരമായി ചെയ്യേണ്ട ജോലിയുടെ സമയം എന്ന് പറയുന്നത് 37.5 മണിക്കൂറേ ഉള്ളൂ. ഒരു ദിവസം 8 മണിക്കൂർ വെച്ച് കൂട്ടിയാൽ 40 മണിക്കൂർ, അതുപോലെ ആവശ്യമില്ല. ആഴ്ചയിൽ 5 ദിവസമേ ഉള്ളൂ. 5 ദിവസം 7.5 മണിക്കൂർ വെച്ച് ജോലി ചെയ്താൽ നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡ്യൂട്ടി ടൈം അവസാനിച്ചു. പിന്നീട് നമ്മൾ ചെയ്യുന്ന ഓരോ മണിക്കൂറും ഓവർ ടൈം അലവൻസ് നമുക്ക് കിട്ടാനുള്ള ജോലികളാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ സാധാരണ ജോലി എന്ന് പറയുന്നത് ആഴ്ചയിൽ 5 ദിവസം 7.5 മണിക്കൂറേ ഉള്ളൂ. ബാക്കി സമയമൊക്കെ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ടൈമിന് വേണ്ടിയിട്ടോ നമുക്ക് വിനിയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പം അവിടെ വളരെ നല്ല വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, അവിടുത്തെ ജർമ്മനിയിലെ ഈ ട്രാവലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി വളരെ പ്രശസ്തമാണ്. അതായത് വളരെ സിസ്റ്റമാറ്റിക്കായി ബസ് സർവീസ്, ട്രാം സർവീസ്, ട്രെയിൻ സർവീസ്, ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അതുകൂടാതെ നമുക്ക് അവിടെ ഡോയിഷ്ടാൻ ടിക്കറ്റ്, ഡി ടിക്കറ്റ് എന്ന് പറയും. ഈ ടിക്കറ്റ് ഒരു മാസത്തേക്ക് നമ്മൾ 63 യൂറോ കൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു ഫുൾ മന്ത് ത്രൂ ഔട്ട് ജർമ്മനിയിൽ ഈ ഒരു ടിക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് ട്രാവൽ ചെയ്യാം. ബസ്സിലോ ട്രാമിലോ ട്രെയിനിലോ ഒക്കെ കയറി എവിടെ വേണമെങ്കിലും നമുക്ക് പോകാം. അതായത് ഒരു മാസം 63 യൂറോ നമ്മൾ ഉപയോഗിച്ചാൽ നമ്മൾ ആലോചിക്കും, നമ്മുടെ ഇന്ത്യയിൽ നമ്മളിവിടെ നമുക്ക് ജമ്മു കാശ്മീരിൽ പോകാം, അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിൽ പോകാം എന്ന് പറയുന്നത് പോലെ, നമുക്ക് അടിക്കടി ബാംഗ്ലൂർ പോകാം എന്ന് പറയുന്നത് പോലെ ത്രൂ ഔട്ട് ജർമ്മനിയിലേക്ക് ആളുകൾക്ക് പോകാൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ ഈ ടിക്കറ്റ് ഉപയോഗിച്ച് തന്നെ നൈബറിങ് കൺട്രിയിലേക്കും പോകാനുള്ള, ചില നൈബറിങ് കൺട്രിയിലെ തൊട്ടടുത്ത ജർമ്മനിയുടെ അടുത്ത സിറ്റിയിലേക്കൊക്കെ പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം ഇതെല്ലാം നമ്മുടെ ലൈഫിനെ അവിടെ വളരെ ക്വാളിറ്റി ഉള്ളതാക്കും. നമുക്ക് സന്തോഷമായിട്ട് അവിടെ ജീവിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ജീവിതത്തിലേക്ക് വരും. സോ പ്രിയപ്പെട്ട ഹൗസ് ബിൽഡിംഗ് ആസ്പിരൻസ്, നിങ്ങളുടെ സ്വപ്ന രാജ്യമായിട്ടുള്ള ജർമ്മനിയിലേക്ക് പോകുവാനും അവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അടുത്ത ഒരു പോഡ്കാസ്റ്റിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കൺസൾട്ടൻസി ഏജൻസി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച്, പ്രോസസ്സിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന റിസ്ക് എലമെൻസിനെ സംബന്ധിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്.